ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖചിൽ ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്തുൽക്കലാസ്വീവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമവിഭവാകുണ്ഠവൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്ദസന്തോഹമന്ദ സിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശ്ശേഷലഭ്യോ നിരവധി കഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാളീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യൂരജോയം. കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാ സ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ.
ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത്ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയത്തിലെ ആദ്യത്തെ ദശകത്തെ ഒന്ന് അനുസ്മരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ സാരം തന്നെയാണ് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകവും നമുക്ക് തരുന്നത്. ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഗുരുവായൂരപ്പന്റെ സ്വരൂപം എങ്ങനെയുള്ളതാണ്? ആനന്ദത്തോടു കൂടിയതാണ്, ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. ആ സ്വരൂപത്തിന് സദൃശമായിട്ട് മറ്റൊന്നും തന്നെ എവിടെയും ഇല്ല എന്ന് പട്ടേരിപ്പാട് ഉറപ്പിച്ചു പറയണു. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ കാലത്തിന്റെ, ദേശത്തിന്റെ ഒക്കെ അവധിയിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്നതാണ്. എല്ലാത്തിനെയും അതിക്രമിച്ചിട്ടുള്ള സ്വരൂപമാണ് ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ. അതായത് ഭഗവാൻ കാലസ്വരൂപനാണ്, എല്ലാം ഭഗവാനാണ്, മറ്റൊന്നില്ല. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയണു. നിത്യമുക്തം, കാലദേശ അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ഒരു തരത്തിലുള്ള ദ്വന്ദ്ങ്ങളുടെയും സംബന്ധം ഇല്ല ഭഗവാന്. മായയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സുഖദുഃഖാദികളൊന്നും ഭഗവാന്റെ അടുത്തേക്ക് വരില്ല. അതൊന്നും ഭഗവാന് ബാധകമല്ല. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ഇതൊക്കെ വേദവാക്യങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയതാണ് പല പ്രാവശ്യമായിട്ട്. ഏത് വേദങ്ങൾ നമ്മൾ നോക്കിയാലും പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ആരാണ് ഭഗവാൻ, എന്താണ് ഭഗവാൻ എന്നുള്ളത്. അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തത്. ദൃഷ്ടമാത്രേ പുന ഒരു പുരുഷാർത്ഥാത്മകം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ, ഈ ബ്രഹ്മം എന്നുള്ളത് നമുക്കൊരിക്കലും സ്പഷ്ടമായിട്ട് കാണാൻ പറ്റാത്തതാണ്, അറിയാൻ പറ്റാത്തതാണ്. കാരണം അത് അനുഭവസ്വരൂപമാണ്, ബോധസ്വരൂപമാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടാൽ, ആ ഗുരുവായൂരപ്പന്റെ സ്വരൂപം ഒന്ന് കണ്ടാൽ, ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടാൽ, ആ സ്വരൂപം ഒന്ന് മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് എന്താ തരാത്തത്? അപ്പൊ അത് പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ എല്ലാം നമുക്ക് തരുന്നു. ഇപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ആ വിഗ്രഹരൂപത്തിലുള്ള, ഗുണസ്വരൂപത്തിലുള്ള ആ ഭഗവാന്റെ ആ വിഗ്രഹമില്ലേ, അത് പരബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ്. ഗുരുപവനപുരേ താവത് സാക്ഷാത് ഭാതി. അങ്ങനെ ഇപ്പൊ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നത് ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഹന്ത ഭാഗ്യം ജനാനം. എല്ലാവരുടെയും ഭാഗ്യം നമുക്കിങ്ങനെ ആ പരബ്രഹ്മമൂർത്തിയെ ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചുവല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ ഭഗവാൻ എന്നുള്ളത്, ഈശ്വരൻ എന്നുള്ളത്, ഗുരുവായൂരപ്പൻ എന്നുള്ളത് കാലത്തിനും ദേശത്തിനും ഒക്കെ അപ്പുറത്തുള്ള ശക്തിയാണെന്ന് ഉറപ്പിച്ചു കാണിക്കണം. ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് കാണിക്കണം. പരബ്രഹ്മമൂർത്തിയാണെന്ന് വീണ്ടും സൂചിപ്പിക്കണം. ഇത് തന്നെയാണ് നമുക്ക് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആ പരബ്രഹ്മമൂർത്തിയാണ് സൂചിപ്പിക്കുന്നത്.
അങ്ങനെയുള്ള ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ ദുർലഭ്യവസ്തുനി അപി, ഭഗവാനെ കാണുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. പരബ്രഹ്മത്തെ കാണുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താണ്? ഭഗവാൻ അനുഭവ സ്വരൂപനാണ്. നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. എപ്പോഴാണോ ബോധമുള്ളത് അപ്പോൾ ബ്രഹ്മമുണ്ട്, ബോധമില്ലെങ്കിൽ ബ്രഹ്മമില്ല എന്ന് പറയണ പോലെ. അപ്പോ ബോധമില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ബ്രഹ്മത്തിനെ. അതാണ് ബോധമില്ലെങ്കിൽ ബ്രഹ്മമില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ, ആ അനുഭവസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്, ദുർലഭമാണ്. എന്നാ ഗുരുവായൂർ പോയാലോ ഏവം സുലഭതയാ ഹസ്തലബ്ധേ, സുലഭമായിട്ട് കിട്ടുന്നു എന്നാ പറയുന്നത്. ഇഷ്ടം പോലെ കിട്ടുന്നു. ആ ഗുരുവായൂരപ്പനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ, ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ, ആ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. പറയാൻ വിചാരിച്ചതൊക്കെ മറന്ന് നമ്മൾ തിരിച്ചു പോരും. ആ ആനന്ദത്തിൽ ലയിച്ചു പോരും. ആ അനുഭവ സ്വരൂപം തന്നെയാണ് അത്, സാക്ഷാൽ പരബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കണം. ജനഹ അന്യത് തന്വാ വാചാ ധിയാ വാ ബദ ഭജതി യത് ഇയം. ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നിനും ആരും ആശ്രയിക്കില്ല. ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് എന്ന് പറയുക. ആ ഭഗവാനെ അല്ലാതെ ആരെങ്കിലും ആശ്രയിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അത് കൊള്ളരുതായ്മയാണ് എന്ന് പറയുന്നു. ഏതേ വയം തു താവത്, എന്നാൽ ആ ഭഗവാനെ സ്ഥിരതര മനസ, മനസ്ഥൈര്യത്തോടുകൂടി ആ ഭഗവാനെ ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ ആശ്രയിക്കുന്നത്, വിശ്വപീഡാപഹത്യൈ, അവരുടെ സമസ്ത പീഡകളും ഇല്ലാതെയാക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കുക. ആശ്രയിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. പവനപുരാധി ഗുരു പവനപുരാധീശം ഏവ ആശ്രയാമ. ആ ഗുരുവായൂരപ്പനെ ആശ്രയിക്കല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. സഗുണസ്വരൂപനായിട്ട് നമ്മളെ മുമ്പിലിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ആ ഗുരുവായൂരിലെ വിളങ്ങണത് എന്ന് പറയുന്നു. ഇനി ആ ഗുരുവായൂരപ്പൻ തത് പരാഭ്യാം അപരികലനത, സത്വസ്വരൂപനാണ് ഭഗവാൻ, ശുദ്ധ സത്വാത്മകമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്നാണ് മറ്റുള്ളതൊക്കെ ഉണ്ടായി വന്നത്. ഭൂതങ്ങളായാലും ഇന്ദ്രിയങ്ങളായാലും ഭഗവാനെ അതൊക്കെ അങ്ങ് തന്നെയാണ്. എന്തൊക്കെയാണോ ഉണ്ടായി വന്നത് അത് മുഴുവൻ അങ്ങയാണ് ഭഗവാൻ, അങ്ങ് തന്നെയാണ് ഭഗവാനെ എന്ന് പറയുന്നു. ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് ആ സ്വരൂപത്തെ, ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ പല പ്രാവശ്യമായിട്ട് വ്യാസവാക്യം ബഹുശഃ ശ്രൂയത്തെ, വ്യാസഭഗവാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പ അങ്ങയുടെ ആ സ്വരൂപമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ആനന്ദമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ആ പ്രകാശസ്വരൂപം ശ്രുതിമതിമധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ ധന്യാരമന്തേ. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെക്കുറിച്ച് കേട്ടാ മതി, സ്മരിച്ചാ മതി. അതിലങ്ങട്ട് ആ ആനന്ദത്തിലങ്ങട്ട് ആറാടിയിട്ട് അതിന്റെ സുഖത്തില് ഒന്ന് കണ്ടാൽ മതി ആ ഗുരുവായൂരപ്പന്റെ സ്വരൂപം. അല്ലെ ഫോട്ടോ നോക്കിയാൽ പോരെ. എല്ലാവരും അതിലെങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യാ രമന്തേ തേ വിഗ്രഹേ ധന്യാരമന്തേ. അങ്ങയുടെ ആ വിഗ്രഹത്തില്, ആ ശരീരത്തില്, ആ വപസ്സില് എല്ലാവരും രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരപ്പ എന്ന് പറയാണ്. ഇവിടെ ആ ഭഗവാന്റെ സ്വരൂപത്തിനെയാണ് വർണ്ണിക്കുന്നത്. അത് ശുദ്ധത്വാത്മകമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. കേൾക്കുന്നവർക്ക്, സ്മരിക്കുന്നവർക്കൊക്കെ ആ ഭഗവാന്റെ സ്വരൂപത്തെ ഒന്ന് സ്മരിച്ചാൽ മതി. അതിലങ്ങനെ രമിക്കാൻ പറ്റും, അതിലങ്ങനെ ഒഴുകാൻ പറ്റും. നിഷ്കമ്പേ നിത്യപൂർണേ
നിരവധി പരമാനന്ദ പീയൂഷരൂപേ. ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, നിത്യപൂർണ്ണ. സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ എങ്ങോട്ടെങ്കിലും നീങ്ങണുണ്ടോ? എങ്ങോട്ടും അനങ്ങണില്ല, എങ്ങോട്ടും നീങ്ങാതിരിക്കുന്നു. നിരവധി പരമാനന്ദ പീയൂഷരൂപേ. എന്നാൽ ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ അമൃതം വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അമൃതസ്വരൂപനും കൂടിയാണ് ഭഗവാൻ. ആനന്ദമാകുന്ന അമൃതം ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിർലീനാനേക മുക്താവലി സുഭഗതമേ. അനവധി ആൾക്കാര്, ഭക്തന്മാര് അങ്ങയിലങ്ങട്ട് ലയിച്ചിട്ടുണ്ട്. അതായത് മുക്തി നേടിയിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങയെ ആശ്രയിച്ചിട്ട് അനവധി ആൾക്കാർ മുക്തി നേടിയിട്ടുണ്ട് ഭഗവാനെ. മുക്തന്മാരുടെ ഒരു സമൂഹത്തിനെ തന്നെ നമുക്ക് അവിടെ കാണാം. നിർമ്മല ബ്രഹ്മസിന്ധവൂ. അങ്ങയുടെ ആ അനുഭവം നമുക്ക് നേടണമെങ്കിൽ സമുദ്രത്തിലെ തിരമാലകളൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ? അപ്പൊ സമുദ്രത്തിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെയാണ് കല്ലോലോല്ലാസതുല്യം. അങ്ങ് ബ്രഹ്മമാവുന്ന സമുദ്രത്തിലെ, അല്ലെ, ബ്രഹ്മം എന്ന് പറഞ്ഞ ഒരു സമുദ്രമായിട്ട് നമുക്ക് കാണാം. എന്തായിട്ട് ബ്രഹ്മത്തിന് ഉപമിക്കാൻ പറ്റുമോ? ഒന്നും ഉപമിക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിനെ നമുക്ക് അനുഭവസ്വരൂപനാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. പക്ഷെ ഉപമിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉപാധി ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങ് വിമലതരം സത്വം, ശുദ്ധ സത്വഗുണത്തോടു കൂടിയവനാണ് എന്ന് അറിവുള്ളവര്, ജ്ഞാനികൾ പറയണു. ആ പറയുന്നത് കേൾക്കല്ലാതെ നമുക്ക് എന്താ വഴി? തദാത്മാത്വം കസ്മാത് നോ നിഷ്കള. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് നിഷ്കളനാണ്. ഭൂമൻ എന്ന് പറയും. ഭൂമൻ എന്ന് പറഞ്ഞാൽ ഈ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കാൻ. ഭൂമൻ, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ. സകള ഇതി വജാത്വത് കലാസു ഏവ. അങ്ങ് നിഷ്കളനുമാണ്, സകളനുമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന് സകളൻ എന്നിവിടെ പറയുന്നത് കലകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഭഗവാന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അനവധി കലകൾ. സകളഹ ഇതി വജാത്വത് കലാസു ഏവ എന്ന് പറയുന്നു. കലകളെ വിഷയമാക്കിക്കൊണ്ട് ആണ് സകളൻ എന്ന് പറയുന്നത്, അവതാരങ്ങളെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഭഗവാൻ ഒരേ സമയത്ത് എല്ലാമാണ്. അജ നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ. അജ, ഹേ അജ, തും നിർവ്യാപാര അപി. അജനായിരിക്കുന്ന, അജൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് ജനനമുണ്ടോ? ഇല്ല. അജോ നിത്യ ശാശ്വതോയം പുരാണ. ഭഗവാൻ ഒരിക്കലും ജനിക്കുന്നില്ല. അതേപോലെ തന്നെ ഭഗവാന് പ്രത്യേകിച്ച് ഒരു കർമ്മവുമില്ല, ഒരു ചേഷ്ടയുമില്ല. നിഷ്കാരണം, ഒരു കാരണവും ഇല്ലാതെ ഈക്ഷണാഖ്യാം ക്രിയാം. ഭഗവാൻ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. തൻ്റെ ഒരു നോട്ടം കൊണ്ട് ചില ചേഷ്ടകളൊക്കെ ചെയ്യുന്നു എന്ന് തോന്നിക്കുന്നു. അങ്ങനെ തോന്നിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അങ്ങയിൽ തന്നെ ലയിച്ചിരിക്കുന്ന ശക്തിയായിരിക്കുന്ന മായ, ഇല്ലാത്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും, ഇല്ലാത്തതാണെങ്കിൽ പോലും അങ്ങയിൽ തന്നെ ലയിച്ച് കിടക്കുന്ന ആ മായ അല്ലെങ്കിൽ ആ പ്രകൃതി കൽപ്പാദികാലെ ഉദേതി, കൽപ്പാരംഭത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നു? അങ്ങയുടെ മഹിമ കാരണം, അങ്ങയുടെ ചിന്ത കാരണം. സൃഷ്ടിക്കണം എന്ന് അങ്ങക്ക് തോന്നുമ്പോ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ആ പ്രകൃതി ഉണരുന്നു, അങ്ങയിൽ തന്നെ ലയിച്ച് കിടക്കുന്നു. അതുകൊണ്ട് അങ്ങ് വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു തന്നെയാണ്. വൈകുണ്ഠ സത്വം തസ്യ അതിരോധായകം. ഈ പ്രകൃതി, ഈ മായയാണ് എല്ലാത്തിനെയും മറയ്ക്കുന്നത്.
എന്നാൽ അങ്ങ് എന്താണ്? ഒരു മറവും ബാധകമല്ലാത്ത ആളാണ്. സത്വഗുണത്തിന്റെ രൂപത്തിലുള്ളതാണ്. അങ്ങ് പല രൂപങ്ങൾ കൈക്കൊള്ളുന്നു ഈ മായ ഉപയോഗിച്ചുകൊണ്ട്. സൃഷ്ടി ആരംഭിക്കുന്നു എന്നർത്ഥം കൽപ്പാരംഭത്തില്. അതായത് ഭഗവാന്റെ ഒരു നോട്ടമാണത്. ആ നോട്ടം ഉണ്ടെങ്കിൽ മായ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ആ നിഷ്കള ബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ സകളമായിട്ട് മാറുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ മേഘവർണ്ണത്തിലുള്ള ഭഗവാൻ, കായാമ്പൂവിന്റെ വർണ്ണത്തിലുള്ള ഭഗവാൻ, ലാവണ്യസ്യേകസാരം, ലാവണ്യത്തിന്റെ മികച്ച സത്താണെന്ന് പറയണം. സുകൃതം ചെയ്തവരുടെ, അവർക്ക് സുകൃതം ചെയ്തവരാരാണോ അവരുടെ കണ്ണുകൾക്ക് ആനന്ദം കൊടുക്കണ, പുണ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചത്. പൂർണ്ണ പുണ്യാവതാരം സുഗതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. അങ്ങ് ഈ സ്വരൂപം, ഈ വർണ്ണത്തിലുള്ള ഒരു സ്വരൂപം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സുകൃതികളായിട്ടുള്ള ആൾക്കാരുടെ കണ്ണുകൾക്ക് ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചവനാണ് ഭഗവാനെ അങ്ങ് ഗുരുവായൂരപ്പ. ലക്ഷ്മി നിശങ്കലീലാനിലയനം, ലക്ഷ്മി പോലും ഒരു മടിയില്ലാതെ, ഒരു പേടിയില്ലാതെ അങ്ങയില് അങ്ങനെ ലയിച്ചിരിക്കുന്നു. അങ്ങയുടെ മാറിടത്തില് ആ സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുന്നു. ഇനി അത് മാത്രമാണോ? അങ്ങയെക്കുറിച്ച് ആരാണോ ധ്യാനിക്കുന്നത്, സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഷം സിഞ്ചത്, ആരാണോ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുന്നത് അവരുടെ ഉള്ളില് ആനന്ദമായിരിക്കുന്ന അമൃതിന്റെ ധാരയെ അങ്ങ് വർഷിക്കുന്നു. അങ്ങയുടെ ആ സ്വരൂപം വർഷിക്കുന്നു ഗുരുവായൂരപ്പ. അവിടുത്തെ ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ഈ ആനന്ദമാകുന്ന അമൃതധാര, തത് തേ വപു, അവിടുത്തെ ആ ശരീരത്തെ മാരുതാകാരനാഥാലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരപ്പ, ധ്യാനിച്ചു കൊള്ളുന്നു എന്ന് പറയണു പട്ടേരിപ്പാട്. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതരഭവഖേദാവഹ ജീവഭാജാമിത്യേവം. അജിത, അല്ലയോ അജിത, ഭഗവാനെ വിളിക്കുക, ഗുരുവായൂരപ്പനെ വിളിക്കുക അജിത. തേ സൃഷ്ടിചേഷ്ട കഷ്ടാജീവഭാജാം, അങ്ങയുടെ ഈ സൃഷ്ടിയാദി ലീലകൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ കഷ്ടമാണ് എന്ന് വിചാരിച്ചു, ദുസ്സഹമാണ് എന്ന് വിചാരിച്ചു. എന്താ കാരണം വെച്ചാല് ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ, ഈ ഒരു പലതരത്തിലുള്ള ദുഃഖങ്ങൾ, സൃഷ്ടി, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അനവധി ദുഃഖങ്ങൾ അനുഭവിക്കണമല്ലോ, അതൊക്കെ ഇവിടെ അനുഭവിക്കുന്നത് കാണുമ്പോ അങ്ങയുടെ ഈ സൃഷ്ടിയാവുന്ന ലീല വളരെ കഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചു. മയാപൂർവം ആലോചിതം, ഞാൻ മുൻപ് ചിന്തിച്ചു എന്നാ പറഞ്ഞു, മുൻപ് അങ്ങനെ വിചാരിച്ചു എന്ന്. അദ്യനയവും അഭിജാനേനോ ചെയ്ത്, ഇപ്പോ പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കണില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങ് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഈ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, ആനന്ദസ്വരൂപനായിരിക്കുന്ന, ഛിദ്രസാർദ്രം മധുരതരം ഇതം ത്വത് വപു, അല്ലെ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശരീരത്തെ ഞാൻ എങ്ങനെ കാണും, അങ്ങയുടെ ഞാൻ എങ്ങനെ ആനന്ദിക്കും? അങ്ങയെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പ. അതെങ്ങനെയാ ഞാൻ പറയാ? അത് ഞാൻ എങ്ങനെ അനുഭവിക്കും? അപ്പൊ അങ്ങ് സൃഷ്ടിച്ചത് ശരിയാണ്. നേത്രൈഹി ശ്രോത്രൈഹി പീത്വ, കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ഞാൻ പാനം ചെയ്യുകയാണ്. ഞങ്ങൾ പാനം ചെയ്യുന്നു. തേരിപ്പാട് പറയുമ്പോൾ നമ്മൾ പാനം ചെയ്യുന്നു എന്ന് പറയാനുള്ളത്. ആ സ്വരൂപത്തെ എല്ലാവർക്കും പാനം ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ പരമരസസുധാംഭൂതി പൂരേരമേരൻ, പരമാനന്ദമാകുന്ന ആ അമൃതാകുന്ന സമുദ്രത്തില്, പരമാനന്ദം നൽകുന്ന അമൃതാകുന്ന സമുദ്രത്തിന്റെ അല്ലെ, അതിൽ കടന്നിട്ടിങ്ങനെ ആനന്ദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, ഒഴുകുകയാണ്, ലയിക്കുകയാണ്. ഇത് വല്ലാത്തൊരു ഭാഗ്യമാണ് ഗുരുവായൂരപ്പ, അങ്ങ് സൃഷ്ടിച്ചത് നന്നായി എന്നിപ്പം ഞാൻ ചിന്തിക്കുകയാണ്.
നമ്രാണം സന്നിധത്സേ. വേറെ പല പ്രയോജനം ഉണ്ട് കേട്ടോ, ഇത് മാത്രല്ല എന്നൊക്കെ പറയാ. നമ്രാണം പുര സതതം അഭിസന്നിധത്സേ. ആരാണോ അങ്ങേ നമസ്കരിക്കുന്നത് അവരുടെ മുമ്പിൽ എപ്പോഴും ഭഗവാനെ അങ്ങ് മുമ്പിലേക്ക് വരണു. അവ മുമ്പിലേക്ക് വരണമെന്ന് മാത്രല്ല, അവര് ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ കൂടി കൊടുക്കുന്നു. അപ്പൊ പിന്നെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അവര് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് കൊടുക്കുന്നു, ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ കൂടി കൊടുക്കുന്നു. ഭഗവാനെ ഒന്ന് നമിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ ഒന്ന് നമിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമുക്കും പോണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പനെ കാണാൻ. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം മറക്കും, ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല മുമ്പിലെത്തിക്കഴിഞ്ഞാൽ. പരമാനന്ദ സാന്ദ്രാംഗതിഞ്ച, അത് മാത്രമല്ല അങ്ങ് കൊടുക്കുക, പരമാനന്ദഗതി പോലും കൊടുക്കുന്ന, മോക്ഷത്തെ പോലും അങ്ങ് കൊടുക്കുന്നു. ചോദിച്ചതും ചോദിക്കാത്തതും മോക്ഷവും കൂടി അങ്ങ് കൊടുക്കണു. ആരാണോ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നത് വെച്ചാൽ അജസ്രം വിതരസി, അങ്ങ് നൽകുന്നു. എപ്പോഴും ഇത് അങ്ങ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, വിതരണം ചെയ്യുന്നതാണ്. ഏതവസ്ഥകളിലായിക്കോട്ടെ, ഏത് കാലത്തായിക്കോട്ടെ. ഇത്തം ഹരേത്വം, ഭഗവാനെ അങ്ങ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഗുരുവായൂരപ്പ നിശേഷലഭ്യ നിരവധിക ഫല പാരിജാത. നിരവധിക ഫല, അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടുന്നതാണ്. എത്ര ഫലങ്ങളാണ്, എത്രയാണ് അവർക്ക് വേണ്ടത് വെച്ചാൽ അതൊക്കെ അങ്ങ് കൊടുക്കണു. അതുകൊണ്ട് തന്നെ വേണ്ടതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് കൽപ്പവൃക്ഷമാണ്. അങ്ങയുടെ സ്വരൂപം ഇവിടെ ഉള്ളപ്പോ ആരെങ്കിലും ഇന്ദ്രന്റെ സ്വർഗത്തിലുള്ള കൽപ്പവൃക്ഷത്തെ ആരെങ്കിലും ആഗ്രഹിക്കില്ല. കാരണം എല്ലാം തരുന്ന അങ്ങാകുന്ന കൽപ്പവൃക്ഷം ഇവിടെ ഇല്ലേ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വേണോ, ആരും ഒന്നും ആഗ്രഹിക്കില്ല, അങ്ങേ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. പരേ കാരുണ്യാത്, പല ആൾക്കാരും മറ്റ് ദേവന്മാരെയൊക്കെ ആശ്രയിക്കുന്നുണ്ടാവും. അവരും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. അന്യം കാമൻ ദദതി ഖലൂത്വം വിശേഷാത് സ്വാത്മത. അവരൊക്കെ ആ ആഗ്രഹങ്ങളെയാണ് സാധിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ അങ്ങേ തന്നെ നൽകുന്നു. അവർക്ക് സായുജ്യം കൊടുക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ ഗുരുവായൂരപ്പ. അങ്ങേ തന്നെ അങ്ങോട്ട് നൽകുക ചെയ്യണത്. അന്യ ഐശ്വര്യാത്, മറ്റ് ദേവന്മാരൊക്കെ അവർക്ക് ഐശ്വര്യങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഇല്ല ഒന്നും പറയുന്നില്ല. പക്ഷെ അങ്ങ് കൊടുക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോ അങ്ങയ്ക്ക് പോലും ഈശ്വരനാണ്. ത്വം സ്വാത്മനഃ അപി, അങ്ങ് ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് കൂടി ഈശ്വരനാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റണത് അങ്ങയെ മാത്രമാണ്. അങ്ങയെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുന്നത്. എന്നാ അവിടുന്നാണെങ്കിലോ ഇതൊന്നും ബാധകമല്ലാതെ ആത്മാരാമനായിട്ട് തുംച ആത്മാരാമ ഏവ, അങ്ങാണെങ്കിൽ അങ്ങയിൽ തന്നെ ആഹ്ലാദം കണ്ടെത്തുന്നു. അതാണ് വേണ്ടത് ശരിക്ക്. പക്ഷെ അങ്ങയെ ആശ്രയിക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ ആയി തീരാൻ സാധിക്കും. ഇതി അതുല ഗുണഗണാധാരശൗരേ തേ നമ. ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങള് ആ ഗുരുവായൂരപ്പനുണ്ട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം, തേ നമ എന്ന് പറയാ. പിന്നെയോ അങ്ങയുടെ ഈ ഐശ്വര്യമുണ്ടല്ലോ, അത് എത്രയാന്ന് പറയാൻ പറ്റില്ല. അങ്ങയുടെ ഐശ്വര്യം
മറ്റ് ദേവന്മാരെ മുഴുവൻ, പരമേശ്വരൻ തുടങ്ങിയിട്ടുള്ള ഈശ്വരന്മാർക്ക് കൂടി അവര് പോലും അങ്ങയെ ബഹുമാനിക്കുന്നു, അങ്ങാണെല്ലാം എന്ന് മനസ്സിലാക്കുന്നു. കാരണം എല്ലാ തരത്തിലുള്ള വീര്യത്തിന്റെയും സർവ തേജസ്സുകളുടെയും എല്ലാത്തിനും, സൂര്യനായാലും വേണ്ട സൂര്യ, എവിടെ എല്ലാ ദേവന്മാരെയും സകലത്തിനെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള കഴിവുള്ള ആളാണ് ഗുരുവായൂരപ്പ അങ്ങ്. ശുദ്ധമായ യശസ്സോട് കൂടിയവനാണ് ഗുരുവായൂരപ്പ അങ്ങ്. നിസ്പൃഹയിച്ച ഉപഗീതം, ഒന്നും ആഗ്രഹിക്കാത്ത യോഗിമാരൊക്കെ ഉണ്ടല്ലോ, അവര് പോലും ഗുരുവായൂരപ്പ അങ്ങയെ ഭക്തിപൂർവം സ്തുതിക്കുന്നു. ലക്ഷ്മിയാണെങ്കിലോ എല്ലാ കാലത്തും അങ്ങയിൽ തന്നെ ലയിച്ചുകൊണ്ടേയിരിക്കുന്നു, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു, വേറെ എങ്ങോട്ടും പോവാതെ. അഖിലവിദ് അസി, കാരണം എന്താണ്? അങ്ങ് സർവജ്ഞനാണ്. അഖിലവിദ് അസി, അങ്ങയുടെ അടുത്തേക്ക് ഒരു തരത്തിലുള്ള ആസക്തിയും വരില്ല, ഒന്നിലും അങ്ങക്ക് ആസക്തി ഒട്ടുണ്ടാവില്ല. തത് വാദാകാരവാസിൻ, അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയ അസി. അതുകൊണ്ട് ഗുരുവായൂരപ്പ, മുരൻ എന്നുള്ള അസുരനെ വധിച്ചിട്ടുള്ള ഗുരുവായൂരപ്പ, അവിടുന്നാണ് എല്ലാത്തിനും ആശ്രയമായിട്ടുള്ളത്. ഭഗവാൻ എന്നുള്ള പേരിന് ആശ്രയമായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് പരബ്രഹ്മസ്വരൂപൻ, അങ്ങ് തന്നെയാണ് സാക്ഷാൽ വൈകുണ്ഠമൂർത്തി എന്ന് സൂചിപ്പിക്കുന്നു. ഈ ദശകത്തില് ആ ഗുരുവായൂരപ്പനെ കുറിച്ച്, ഗുരുവായൂരപ്പന്റെ ഐശ്വര്യത്തെക്കുറിച്ച്, ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെക്കുറിച്ച്, ഗുരുവായൂരപ്പനിൽ നിന്നും കിട്ടുന്ന ആനന്ദത്തിനെ കുറിച്ച് ഒക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്കും തോന്നിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കും ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ, പറ്റുമ്പോഴൊക്കെ നമസ്കരിക്കുക, ഭഗവാൻ നമസ്കരിക്കുക. നമസ്കരിച്ചാൽ ഭഗവാൻ നമ്മൾ ആവശ്യപ്പെട്ടതും, അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്തതും മോക്ഷം പോലും ഭഗവാൻ കൊടുക്കണം. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ നമസ്കരിക്കാൻ തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ എല്ലാ വാക്കുകളും സമർപ്പിച്ചുകൊണ്ട് നാമം ജപിക്കുന്നു. നാരായണ 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 നാരായണ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.